പാസ്സായി കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ PhD. ഭാഗ്യത്തിന് സിവിൽ സർവീസ് കിട്ടുമെന്ന് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് PhD ഇല്ലാതെ പോയി. പക്ഷെ ഇപ്പോൾ ഞാനൊരു PhD സ്റ്റുഡൻറ്റിനെ ഗൈഡ് ചെയ്യുകയാണ്. നമുക്ക് അതിശയിക്കില്ല. സമയ യൂണിവേഴ്സിറ്റിയിൽ മുംബൈയിൽ അവരെന്നെ ക്ഷണിച്ചു. അവിടെ ഒരു പ്രൊഫസർ ഓഫ് എമിനൻസ് ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്നാമത്തെ അസൈൻമെന്റ് PhD ഗൈഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് PhD ഇല്ല, ഞാൻ PhD ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നത്? അപ്പോൾ UPSCയുടെ റൂൾസ് നോക്കിയപ്പോൾ പ്രൊഫസർ ഓഫ് എമിനൻസ് എന്ന പേര് കൊടുത്താൽ PhDക്ക് ഗൈഡ് ചെയ്യും. എനിക്കറിയില്ല. സോ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊഫസർ ഓഫ് എമിനൻസ് ആണ്. അങ്ങനെ ഒരു PhD സ്റ്റുഡൻറ്റ് ഇന്റർനാഷണൽ റിലേഷൻസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ മാസ്റ്റർ സെറമണീസ് പറഞ്ഞതുപോലെ ഒരു തെറ്റുണ്ട്. എനിക്ക് PhD ഇല്ല, പക്ഷെ പലരും എന്നെ ഡോക്ടർ എന്ന് വിളിക്കാറുണ്ട്. വിശേഷിച്ചും ഈ അമേരിക്കയിൽ ഡോക്ടർ എന്ന് വിളിക്കുന്നതിനകത്ത് വലിയൊരു അപകടമുണ്ട്. കാരണം 2 തരത്തിലുള്ള ഡോക്ടേഴ്സിനെ പറ്റിയാണ് അമേരിക്കയിൽ പറയുന്നത്. ഒന്ന് MD എന്ന് പറഞ്ഞാൽ മണി ഡോക്ടേഴ്സ്. ഓക്കെ. രണ്ടാമത്തേതോ പുവർ ആൻഡ് ഹംഗ്രി ഡോക്ടേഴ്സ് എന്നാണ് PhDയെ പറ്റി അറിയുന്നത്. കാരണം പൈസ ഉള്ളവർക്ക് മണി ഡോക്ടേഴ്സാണ്. അപ്പോൾ അമേരിക്കയിൽ ആരും നമ്മളോട് PhD ഉണ്ടോ എന്ന് ചോദിക്കില്ല. അവർക്ക് പുവർ ആൻഡ് ഹംഗ്രി ഡോക്ടർ ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ MDയും അല്ല PhDയും അല്ല, പക്ഷെ ഇപ്പം PhDയെ പഠിപ്പിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു പ്രസക്തമല്ല. ഇവർ രണ്ടുപേരും എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ അവരെ വിളിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു PhD വരുന്നത് ഞാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് വലിയൊരു അതിശയമാണ്, സന്തോഷമാണ്. പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും ചെയ്യാൻ ഒരു PhD എടുക്കാനുള്ള കഴിവും അതിനുള്ള സമയവും അതിനുള്ള ഗൈഡൻസും എല്ലാം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് PhD കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവരുടെ ബിസിനസ്സിന് കാണുമോ അല്ലെങ്കിൽ പത്രപ്രവർത്തനം കാണുമോ എന്ന് എനിക്കറിയില്ല. കാരണം പലരും PhD എന്ന് പറയുന്നതല്ലാതെ അത് ഉപയോഗിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ ഇപ്പോൾ PhD കുറച്ച് അതിൻ്റെ ലെവലിൽ ധാരാളം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. കാരണം ChatGPT വന്നതിന് ശേഷം PhDക്ക് വലിയ റെലവൻസ് ഒന്നുമില്ല. എവിടുന്ന് വേണേലും ഒരു PhD പേപ്പർ ഗൈഡ്സ് ഓൾസോ ബിക്കോ ഔട്ട് ഓഫ് ബിസിനസ്. പണ്ടൊക്കെ ആണെങ്കിൽ PhD എന്ന് പറഞ്ഞാൽ എത്രയോ പുസ്തകങ്ങൾ വായിക്കണം. ഞങ്ങളുടെ ഒരു പ്രൊഫസറിന് PhD ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹം TS ലേറ്ററിനെ പറ്റിയാണ് അദ്ദേഹം PhD എഴുതിയത്. അപ്പോൾ ഞങ്ങൾ ജോക്കായിട്ട് പറയുമായിരുന്നു ഇദ്ദേഹം TS ലേറ്ററിനെ പറ്റിയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ട് അതിൽ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത എല്ലാ സെന്റൻസുകളും ഒന്നിച്ചെഴുതിയപ്പോൾ PhD ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളോ നോക്കിയുണ്ട്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം അക്കാഡമിക് ലെവലിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് അച്ചീവ്മെൻ്റ് ആണ് PhD എന്നുള്ളത്. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഒരു ആക്സിഡൻ്റൽ എഡ്യൂക്കേഷനായിട്ട് ഞാൻ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ 5 കൊല്ലം പ്രവർത്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര പത്രം കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ഈ PhD നേടിയെടുക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മളുടെ ക്രിയേറ്റീവായിട്ടും വളരെ ചിന്തിച്ചും അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ബഹുമാനിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു ഇതിപ്പോൾ ഒരു PhD തീസ് ആരെങ്കിലും കാണിച്ചാൽ ഇത് എത്ര കോപ്പിയാണ് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അതിനൊരു ChatGPT അല്ല എന്ന് കാണിക്കാൻ വേണ്ടി മറ്റൊരു പുതിയ തന്ത്രമുണ്ട്. നമ്മൾ PhD എഴുതിയാൽ അവരുടനെ അത് മറ്റേ GPT ചോദിച്ചതിൽ എത്ര ChatGPT ഇതിലുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊരു റിസ്കി ഫാക്ടറാണ്. അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട്. കാരണം പണ്ട് ഗഗാറിൻ ശൂന്യാകാശത്ത് പോയപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു. ഡോക്ടർ അയ്യപ്പ മിക്കാർ പറഞ്ഞു ഇത് വലിയ നല്ല കാര്യമൊന്നുമല്ല, അദ്ദേഹം വന്നുകൊണ്ടുകൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഗഗാറിൻ അങ്ങ് ദൂരെ അവിടെ സ്പേസിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ മഹാവിഷ്ണുവിനെ കണ്ടില്ല, യേശുക്രിസ്തുവിനെ കണ്ടില്ല, ആരും ഉണ്ടായിട്ടില്ല, കിന്നരിമാരും നർത്തകരൊന്നുമില്ല. അപ്പോൾ ഈ കവികളൊക്കെ നമ്മളെ ഉറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് അവിടെ ചെന്നാൽ ഇന്നതൊക്കെ ഉണ്ട്, ഗാർഡനുണ്ട്, വെള്ളമുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഗഗാറിൻ പോയി കഴിഞ്ഞപ്പോൾ ഇനി കവികൾ എന്തെഴുതും സ്വർഗത്തെ പറ്റി. അതുകൊണ്ട് ഇത് നമുക്ക് പുതിയ സബ്ജക്ട്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഓരോ തവണ നമുക്ക് പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ചായിട്ട് ഇതിൻ്റെ എല്ലാം ഓരോ പ്രൊഫഷൻ്റെയും പ്രാധാന്യം മാറുകയും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ റിസർച്ചിനുള്ള പ്രാധാന്യം വളരെ കുറഞ്ഞിരിക്കുന്നതെന്നാണ് സത്യം. അപ്പോൾ എന്ത് വേണമെങ്കിലും
ഒരു പ്രബന്ധം തയ്യാറാക്കണമെങ്കിൽ എല്ലാവരും ആദ്യം പോകുന്നത് ChatGPT-യിലാണ്. അത് മുഴുവനായിട്ടും എല്ലാവരും കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇവരുടെ റിസർച്ചാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അതിന് മുമ്പ് PhD എടുത്തതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടുതൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അടുത്ത മാസമായിരുന്നു ഈ തീസ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു ChatGPT എന്നാണ് വരുന്നത്. പക്ഷെ പിന്നൊരു കാര്യം, അവർ ചെയ്തത് അവരുടെ PhD അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതും കൂടിയാണ്. അവർ PhD എടുത്തത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലൊന്നുമല്ല, ഇപ്പോഴത്തെ ഹോം അപ്ലയൻസസിനെ പറ്റി, പുതിയ ടെക്നോളജിയെ പറ്റിയൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ അറിവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സമയം ചെലവാക്കി ഒരു PhD എടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സ്തുത്യർഹമാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരെയും അതുപോലെ മിസ് ഗൈഡ് എന്ന് പറയുന്നില്ല, മിസ്സസ് ഗൈഡാണ്. പിന്നെ പണിക്കർ സാറിനെ ഓർക്കണം, ഒരു മോസ്കോയിൽ വന്നപ്പോൾ ഒരു ലേഡി അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. സോ ഷീ യൂസ് ടു സേ ഐ ആം മിസ് ഗൈഡ് ഓഫ് ഡോക്ടർ അയ്യപ്പ പണിക്കർ എന്ന് പറയണം. അപ്പോൾ അയ്യപ്പ പറഞ്ഞുകൊണ്ട് ഷീ ഈസ് മിസ്ഗൈഡിങ് മീ ഓൾ ദ ടൈം. സോ യു ആർ നോട്ട് എ മിസ് ഗൈഡ്, ഐ ഹോപ്പ്. ആയിരുന്നെങ്കിൽ ഇവർ വിജയിച്ച് വരികയില്ലായിരുന്നു. പിന്നെ എന്തായാലും വരാനായിട്ട് വളരെ സന്തോഷം. എനിക്ക് അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് എന്തായാലും